ഒരു മൊമെന്റിൽ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് മൊമെന്റിൽ ഒരാൾ റിവഞ്ച് മോഡിലേക്ക് മാറുന്നത് കൊണ്ടാണ് കേസ് വരുന്നത്. ഒരു പെൺകുട്ടിയാണ് അത് അങ്ങനെ വരുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റിവഞ്ച് മോഡ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. നിയമം എപ്പോഴും ആ പെൺകുട്ടിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പോലെ മാമിനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും പെൺകുട്ടിക്ക് ഒന്ന് എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ പെൺകുട്ടികൾ ഇൻട്രസ്റ്റിൽ കൂടെ അല്ലെങ്കിൽ കൺസെൻസസോട് കൂടിയിട്ടാണ് അതിനകത്ത് ഇൻവോൾവ് ആയതെന്ന് പറയുമ്പോഴും, ഞാൻ എല്ലാ കേസിലും അല്ല പറയണേ, ചില കേസിലെങ്കിലും പെൺകുട്ടികൾ കൺസെൻറ്റ് കൊടുക്കുന്നത് അവിടെയും ഒരു ഫാമിലി പവർ പ്ലേ ഉണ്ട്. അതായത് എൻ്റെ പാർട്ട്ണർ മെയിൽ, അത് ഭർത്താവാണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും അതൊരു പവർ പൊസിഷനാണ് ഇന്നും സൊസൈറ്റിയിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് ദർ ഇസ് എ പവർ പ്ലേ. ആൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യണം. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനിത് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളൊരു ചോദ്യം. രണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇത് എത്രത്തോളം മനസ്സിലാവും, അല്ലെങ്കിൽ അത് എന്നെ ഏത് തരത്തിൽ കാണും എന്നുള്ള എൻ്റെ ഒരു ചോദ്യം. അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നേരെ തിരിച്ചും കണ്ടിട്ടുണ്ട്. തീരെ ഇല്ല എന്ന് വെച്ചാൽ എണ്ണത്തിൽ കൂടുതൽ ഈ പവർ പൊസിഷനിൽ നിൽക്കുന്നത് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ആണുങ്ങളാണ്. അത്രയേ ഉള്ളൂ, തീരെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഇതേപോലെ പവർ പ്ലേയിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ പവർ പൊസിഷനിൽ നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനിലും ഫോർ ദ സേക്ക് ഓഫ് ദ റിലേഷൻഷിപ്പ് ഒബ്ലൈജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. തീരെ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞു, എണ്ണത്തിൽ കൂടുതൽ മറ്റേതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ലോ വിൽ ഓൾവേസ് സ്റ്റാൻഡ് ബൈ ദ വീക്കർ സെക്ടർ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് യെസ്, ലോ ഇസ് ഓൾവേസ് വിത്ത് ദ വുമൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇത്തരം കേസുകൾ വരുമ്പോൾ നമുക്ക് ശരി തെറ്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമില്ല. അതൊരു ശരി തെറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡിബേറ്റേ ആക്ച്വലി അവിടെ ഇറലവൻ്റ് ആണ്. അവിടെ നിയമം മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ആ നിയമത്തിനനുസരിച്ചിട്ട് ആരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും തെറ്റാണ്.